ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത്രയും ശാന്തതയിലും സമാധാനത്തിലും സഹവർത്തിത്വത്തിലും ഒരു ഭരണകൂടത്തെ നയിച്ച പ്രധാനമന്ത്രിമാർ അതിലേറ്റവും മുഖ്യമായി മുന്നിട്ട് നിന്നത് ഡോക്ടർ മൻമോഹൻ സിംഗാണ്. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ്റെ യാതൊരു ദോഷവും നമ്മുടെ നാട്ടിൻ്റെ വികസന രംഗത്ത് അദ്ദേഹം ചെയ്തിട്ടില്ല. നാനാ തുറകളിലുള്ള വികസന രംഗത്ത് ഇന്ത്യയെ കൈപിടിച്ചുയർത്തിയ കരുത്തനായ പ്രധാനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രം ഇന്ത്യയുടെ വികസനത്തിൻ്റെ കണ്ണ് തുറപ്പിച്ച സംഭവമാണ് എന്ന് നമുക്കറിയാം. എതിരാളികളെ ഒന്നും സൃഷ്ടിക്കാതെ എല്ലാ ആളുകളെയും കൂട്ടി യോജിപ്പിച്ച് ഐക്യത്തോടുകൂടി മുൻപോട്ട് കൊണ്ടുപോകാൻ ഇത്രയും കരുത്തുറ്റ ഒരു ഭരണകർത്താവ് മൻമോഹൻ സിംഗിന് പകരം വെക്കാൻ ഇന്ത്യ രാജ്യം കണ്ടിട്ടില്ല. ജനങ്ങളുടെ എല്ലാ വിദ്യാഭ്യാസ രംഗത്ത്, കാർഷിക രംഗത്ത്, വ്യാവസായിക രംഗത്ത്, സാമൂഹ്യ സാംസ്കാരിക രംഗത്ത്, എല്ലാ രംഗങ്ങളിലും എല്ലാ വേദികളിലും അദ്ദേഹം നിറഞ്ഞു നിന്ന് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യവും പ്രാവർത്തികമാക്കാനുള്ള ശ്രമകരമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തു പോയ ഒരു ഭരണാധികാരിയായിരുന്നു ശ്രീ മൻമോഹൻ സിംഗ്. അദ്ദേഹത്തിൻ്റെ വിടവ് നമ്മളെ ഇന്ത്യക്ക് വലിയ വിടവാണ്. അതൊരു വിടവ് തന്നെയാണ്. അത് നാളെ ആരെങ്കിലും അത് നികത്തും എന്നൊരിക്കലും പ്രതീക്ഷിക്കാൻ സാധിക്കാത്ത വിടവാണ് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ വിയോഗം എന്നതാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അദ്ദേഹം എന്നും നമ്മുടെയൊക്കെ മനസ്സിൽ ഇന്ത്യയുടെ വികസനം ആഗ്രഹിക്കുന്ന എല്ലാ ആളുകളുടെ മനസ്സിൻ്റെ അകത്തും ഒരു റോൾ മോഡലായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ ഡോക്ടർ മൻമോഹൻ സിംഗിനെ എല്ലാ ആളുകളും നോക്കിക്കാണുമെന്ന കാര്യത്തിലും ആർക്കും തർക്കമില്ല. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. എല്ലാ ഭാവുകങ്ങളും ആശംസകളും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നേരാൻ ഞങ്ങൾ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. നഷ്ടപ്പെട്ടു പോയത് കനകമാണ്, അത് തിരിച്ചെടുക്കാൻ നമുക്ക് സാധിക്കില്ല എന്ന് ഉത്തമ ബോധ്യമുണ്ട്. എങ്കിൽ പോലും നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി തരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്.